ഈ നാറിക്ക് വല്ല കാര്യമുണ്ട് ഈ മനുഷ്യൻ എന്നെ തെറി കേൾപ്പിക്കാൻ കുഞ്ഞാവേ ഞാൻ വിളിച്ചോളാം. ഇത്രയൊക്കെ മതിക്ക് നമുക്ക് നിർത്തിയാലോ. എന്തായാലും എന്നെ കഴിച്ചോ അല്ലെങ്കിലും ഞാൻ കഴിക്കാതെ ചേട്ടന് വിശക്കുണ്ട്. രാത്രി 12 മണിക്ക് എന്നിട്ട് ഒരാളോട് ചോദിക്കോ. ചേട്ടൻ മൊത്തത്തിൽ സാറാ ഈ തയ്ച്ചു കൊടുത്ത് നിക്കറും പാൻറ്റും ഒക്കെ ഇടിപ്പിച്ച ആൾക്കാരൊക്കെ വലിയ നടന്മാരല്ലേ. ഈ വലിയ നടന്മാരുടെ ലെവലിലേക്ക് ഇന്ദ്രൻസ് ചേട്ടൻ വന്നപ്പോഴും അങ്ങനെ സാറേന്നാ വിളിക്കുന്നത്. അപ്പൊ ആ സാറുകൾ കേൾക്കാൻ അവർക്കൊരു ബുദ്ധിമുട്ട്. അപ്പൊ വിജയേട്ടനും ഈ ഫോട്ടോ ഇട്ടു ഇന്ദ്രേട്ടനോടൊപ്പം, ഇന്ദ്രേട്ടൻ ഈ ഫോട്ടോ ഇട്ടു വിജയ് സാറിനോടൊപ്പം. ആ വിജയേട്ടനെ നാട്ടുകാരെ വിളിച്ച് തെറിയുണ്ട്. ഇത്രയും വലിയൊരു കലാകാരൻ നിന്നെ സാറേന്ന് വിളിക്കണം. വല്ല കാര്യം ചെയ്യല്ലേ. ഒരു മിനിറ്റ് കൂടെ അല്ല അങ്ങനെ വൈൻഡപ്പ് ചെയ്യാൻ പോണോ? ചെയ്യല്ലേ, ഒരു മിനിറ്റ് കൂടെ പറയട്ടെ. സാർ നമസ്കാരം. ഐ ആം ജാഫർ ഇടുക്കി. തുടങ്ങുന്ന പടത്തിൽ ഒരു ചെറിയ വേഷം തരണേ സാർ. നമ്മളുടെ തൊഴിലിതാണ്. നമ്മളവരോട് ചാൻസ് ചോദിക്കല്ല. അത് ഓർത്ത് എന്നിട്ട് വിളിക്കുവാണെങ്കിൽ വല്ല അവർ മറന്നാണെങ്കിലോ. എൻ്റെ ഒരു പെങ്ങളുട്ടിയൊക്കെ മരണപ്പെട്ടു പോയി. ഞങ്ങൾ എല്ലാ സിനിമയും കാണുമായിരുന്നു. ഇടയ്ക്ക് ആ ഇൻസിഡൻറ്റും കൂടെ വന്നു, മരണപ്പെട്ടും കൂടെ പോയി. അപ്പോൾ ചെന്നിരുന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആ സ്ക്രീനൊക്കെ കണ്ടുമ്പോൾ പഴയ ഇതൊക്കെ ഓർത്ത് ഇങ്ങനെയൊക്കെ മനുഷ്യരുണ്ട്, ഞാനുണ്ട്. ജീവനോടുകൂടി ദൈവം പെട്ടിട്ടുള്ള എല്ലാവരും ജീവിക്കട്ടെ. ഒരു പാറ്റ, ഒരു ഉറുമ്പ് വരെ ജീവനുള്ള എല്ലാവരും നന്നായിട്ട് ജീവിക്കട്ടെ. നമുക്ക് ഒരു പ്രശ്നമില്ല. എനിക്കുണ്ടായ ഒരു സമയത്തുണ്ടായ ഒരു ഫീലിങ്സ് ഞാൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു. Make every wedding unforgettable. Joya Lucas, world's favorite jeweler. സ്മാർട്ട് ഫോൺ പർച്ചേസിന് ഓക്സിജൻ നൽകുന്ന ഉറപ്പ്. ഏറ്റവും കുറഞ്ഞ വില, വമ്പിച്ച കളക്ഷൻസ്, ബെസ്റ്റ് ഫിനാൻസ്, ക്യാഷ് ബാക്ക് ആൻഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. സ്മാർട്ട് ഫോണിന് ഓൺലി ഓക്സിജൻ. Oxygen, the smartphone expert. Hello and welcome to Movewell Media. It's me Noorjahan and ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് അജിച്ചേട്ടൻ, താര ആൻഡ് ജാഫ്രിക്ക. വെൽക്കം. താങ്ക് യു. ജാഫ്രിക്ക നല്ല ഓണായിട്ടിരിക്കുകയാണല്ലോ. അടിപൊളി ഓണം. ഞാൻ രാവിലെ തുടങ്ങിയ പരിപാടിയാണ്. ചാനലും വന്നില്ലേ. അതെ. പറഞ്ഞ് എല്ലാ ചാനലും ഒരുപോലെ പറയാൻ പറ്റിയല്ലോ. ഇല്ല. അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഇപ്പൊ പഠിച്ചു വെച്ചേക്കുക. നമുക്ക് വ്യത്യസ്തമായിട്ട് വേണം. ഒന്നുമില്ല. അലക്സാണ്ടർ നമ്മുടെ പടം ഞങ്ങളെല്ലാം അഭിനയിച്ച പടമാണ്. എൻ്റെ ഡയറക്ടർ അജയാണ്. പിന്നെ അതിൻ്റെ റൈറ്റർ രണ്ടുപേരും കൂടെ, അജയും പ്രശാന്തും കൂടിയാണ്. അത് അഷറഫ് പ്ലാക്കിൽ എന്ന് പറയുന്ന അദ്ദേഹമാണ് എൻ്റെ പ്രൊഡ്യൂസർ. പിന്നെ ഇതിനകത്ത് അജു സാറുണ്ട്, മറ്റേ ഷാജോൺ ഉണ്ട്, ഈ കുട്ടിയുണ്ട്, ഞാനുണ്ട്, പിന്നെ നമ്മുടെ ഡയാന ഹമീദ്, എടുത്തു പറയാൻ പറ്റിയ ആൾക്കാർ. പിന്നെ അഷറഫ് പ്ലാക്കിൽ ഒരു വേഷം ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ സുനിൽ സൂത, അങ്ങനെയൊക്കെ. പിന്നെ ശ്രീത്ത് രവി, നമ്മുടെ ടി ജി രവിച്ചേട്ടമ്മ, അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഇട്ടിട്ട് കുറെ ആൾക്കാരെ കൂടി ചെയ്ത പടമാണ് ആമോസ് അലക്സാണ്ടർ. അജു സാറിനാണോ വിളിക്കുന്നത്? അല്ല, ഞാനത് എന്നെ തെറി കേൾപ്പിക്കാൻ വേണ്ടി. അതായത് ഈ സീനിയർ ആക്ടർ, എന്നെക്കാളും പ്രായമുള്ള മനുഷ്യൻ, വെറുതെ തമിഴിലും മറ്റേ ഒക്കെ നമ്മള് സാറേ അങ്ങോട്ട് വിളിക്കുന്നത് ആ രീതിക്ക് ജാഫർക്ക് വിളിച്ചു പോകുന്നതാണ്. പക്ഷെ അത് അറിയാത്തവർ വിചാരിക്കും ഈ നാറിക്ക് വല്ല കാര്യമുണ്ട് ഈ മനുഷ്യന്. ഞാൻ ഒരുപാട് കാല് പിടിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നെ മോനേന്നോ കൊച്ചേന്നോ ചെറുക്കാന്നോ എന്തിനും വിളിക്കാൻ. മോനെ അതിനകത്ത് വേറെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും രാവിലെ ഹലോ എവിടെ ഉണ്ടളിയ ഇങ്ങനെയൊക്കെ വിളിക്കുന്ന ഒരു സമയം. ഞാൻ അദ്ദേഹത്തെ ഫോൺ ചെയ്യാറില്ല. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ എൻ്റെ കയ്യിലുണ്ട്, അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. ഞങ്ങളങ്ങനെ ഒരു ആത്മ സുഹൃത്തുക്കളൊന്നുമല്ല. അതാ ഉള്ള പറയാം, ഒരു സുഹൃത്ത് ബന്ധം എന്നുള്ളത്. അപ്പൊ അദ്ദേഹം വേറെ ഇന്റർവ്യൂ പറഞ്ഞായിരുന്നു, നിവിൻ പോളി ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സുഹൃത്താണ്. പക്ഷെ അവര് അങ്ങനെ വിളിക്കാറൊന്നുമില്ല. അല്ല, അങ്ങനെ ഒന്ന് വിളിച്ചു വലിയ ഇവിടുന്ന് അവിടെ അങ്ങനെ ചോദിക്കാറില്ല. സിനിമയ്ക്ക് വിളിക്കുമ്പോൾ പോകും, അല്ലെങ്കിൽ എവിടെ വെച്ച് കാണുമ്പോൾ കാണും. എല്ലാവർക്കും തിരക്കൊക്കെ അല്ല മക്കളെ. അപ്പം നമ്മള് അങ്ങനെ ഞാൻ കാണുമ്പോൾ ഞാൻ ഒരു പേര് കൊടുത്തു, അദ്ദേഹത്തിന് സാറിനെ ഞാൻ പ്രൊനൗൺസിയേഷൻ ചെയ്തു. അദ്ദേഹം പ്രൊഡ്യൂസ്. തമാശ എന്ന് അറിയോ, ഞാൻ മിഥുന്റെ ഒരു സിനിമ, ഇന്ദ്രൻ ചേട്ടൻ്റെ ഒരു ഫ്രൈഡേയുടെ സിനിമ, വിജയ് ബാബു ചേട്ടൻ്റെ കൂടെ. അപ്പൊ അങ്ങനെ വിജയേട്ടൻ്റെ ഒരു ആഗ്രഹം ഇന്ദ്രൻ ചേട്ടൻ്റെ ഒരു ഫോട്ടോ. അപ്പൊ ഇന്ദ്രൻ ചേട്ടൻ ആ ഫോട്ടോ മകനെ ഫേസ്ബുക്ക് നോക്കുന്ന ഇന്ദ്രൻ ചേട്ടൻ മോൻ മഹേന്ദ്രന് അയച്ചു കൊടുത്തു. അപ്പൊ വിജയേട്ടനും ഈ ഫോട്ടോ ഇട്ടു ഇന്ദ്രേട്ടനോടൊപ്പം, ഇന്ദ്രേട്ടൻ ഈ ഫോട്ടോ ഇട്ടു വിജയ് സാറിനോടൊപ്പം. ആ വിജയേട്ടനെ നാട്ടുകാരെ വിളിച്ച് തെറിയുണ്ട്. ഇത്രയും വലിയൊരു കലാകാരൻ
നിന്നെ സാറേന്ന് വിളിക്കണം. എന്നിട്ട് വല്ല കാര്യമുണ്ടോ? അല്ല, പ്രൊഡ്യൂസർ ആയതുകൊണ്ട് അങ്ങനെ. കാര്യം പ്രൊഡ്യൂസർമാരെ അന്ന് അങ്ങനെ വിളിച്ച് പണ്ട് വിളിച്ച് ശീലിച്ചത്. അല്ല, ഇന്ദ്രൻസേട്ടൻ മൊത്തത്തിൽ സാറാ. അതായത് അദ്ദേഹം ചെയ്തോണ്ട് തൊഴില് കോസ്റ്റ്യൂം മലയാളത്തിൽ അങ്ങനെ ഒരു ശീലം ഇല്ലാത്തതുകൊണ്ട് തമിഴിലെല്ലാരും സിനിമാക്കാര് മാത്രമല്ല. അല്ല, നമ്മൾ യൂഷ്വലി ഇപ്പൊ പമ്പിൽ കയറിയാലും നമ്മൾ വഴി ചോദിച്ചാൽ പോലും അവർ ഭയങ്കര ആ മനുഷ്യന്റെ മനസ്സിന്റെ ഒരു ഇതാണ്. ഈഗോ ഇല്ലായ്മയോ അല്ലെങ്കിൽ ആ ഒരു എത്ര സീനിയറാണ്, എത്രയോ ഇപ്പൊ പ്രായം വയസ്സും സീനിയറാണ്. അതിന്റെ എനിക്ക് വെറുതെ വഴക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ വിളിച്ച അങ്ങനെയാ. അപ്പൊ ഈ ഇന്റർവ്യൂല് പറഞ്ഞു ഞാൻ വളരെ ഇങ്ങനെ പറഞ്ഞു പോയതാ. അതുകൂടാതെ ഈ ഇന്ദ്രൻസേട്ടനെ എല്ലാവരും ചീത്തം കേൾക്കും. അത് ഈ തയ്ച്ചു കൊടുത്ത് നിക്കറും പാൻറ്റും ഒക്കെ ഇടിപ്പിച്ച ആൾക്കാരൊക്കെ വലിയ നടന്മാരല്ലേ. അപ്പൊ ആ പുള്ളി ആ ലെവലിലേക്ക് വന്നു. ഈ വലിയ നടന്മാരുടെ ലെവലിലേക്ക് ഇന്ദ്രൻസേട്ടൻ വന്നപ്പോഴും അങ്ങേര് സാറേന്നാ വിളിക്കണേ. അപ്പൊ ആ സാറുകളി കേൾക്കാൻ അവർക്കൊരു ബുദ്ധിമുട്ട്. ആ ബുദ്ധിമുട്ടിൽ ഇങ്ങനെ പറയും അങ്ങനെ ഇങ്ങനെ കാണിക്കും. പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനത്തെ ആളെ വിളിച്ചോളൂ. ആ ഒരു ഡൗൺ ടു എർത്ത് ആയിട്ട്. പിന്നെ അത് ഞാൻ ഇത് ഇത്രയേ ഉള്ളൂ. ഞാൻ പ്രൊണൗൺസിയേഷൻ ചെയ്ത ആളെ ഞാൻ നിക്കാതെ വിളിക്കുന്നത്. ഞാൻ വളരെ ഇഷ്ടത്തോടെ ഞാനിങ്ങനെ കാണുന്ന ഒരു വ്യക്തിയാണ്. പലങ്ങ് തീർന്നില്ലേ? അതെ. അയ്യോ, അതാണ് വിളിച്ച് പഠിച്ച് ആദ്യം വിളിച്ചിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എന്തെങ്കിലും മനുഷ്യന് മാറ്റം വന്നു കഴിയുമ്പോഴത്തേക്ക് മാറ്റി വിളിക്കുക എന്നുള്ള പരിപാടിയില്ലേ, അതെനിക്കില്ല. അതുകൊണ്ടേ ഉള്ളൂ. അത്രേ ഉള്ളൂ. കാണുമ്പോ കണ്ടുപിടിച്ചു. ഞാൻ ആ കണ്ടതേ മോനെ അജു എന്നാ വിളിച്ചെങ്കിൽ ഞാൻ മോനെ അജു എന്നാ അന്ന് വിളിക്കുള്ളൂ. പക്ഷെ ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ സാറിന് പ്രൊണൗൺസിയേഷൻ ചെയ്തു. ആദ്യം മുതലേ അത് വേറൊന്നും. ആദ്യം കണ്ടപ്പോ ഞാൻ പടത്തിന്റെ പ്രൊഡ്യൂസർ ആയിരുന്നു. അതായിരിക്കാം ചിലപ്പോ. അതന്നെയല്ല, അങ്ങനെ വിളിച്ചു പഠിച്ചത് അങ്ങനെ. അത്രേ ഉള്ളൂ. ഇനി മാറ്റത്തില്ല. ചേട്ടാന്ന് വിളിക്കുന്നവര് ചേട്ടാന്ന് വിളിക്കും, ഇക്കാന്ന് വിളിക്കുന്നത് ഇക്കാന്ന്. ഓക്കെ. അജു ചേട്ടൻ പറഞ്ഞല്ലോ മോനേന്നോ കൊച്ചേന്നോ ഒക്കെ വിളിച്ചാ മതി. അപ്പൊ ഞാൻ വിളിച്ച കുഞ്ഞാവേന്ന് ഞാൻ വിളിച്ചോളാം. വിളിക്കുന്ന കുഞ്ഞാ. അപ്പൊ ശരിയായില്ലേ? അതെ. അപ്പൊ ഇത് തീർന്നു. എനിക്ക് ഞാൻ ഈ ലുക്കിൽ ആദ്യമായിട്ട് ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ല. ഇല്ല, സർവ്വമായക്ക് ചെയ്തു. പിന്നെ അതിന്റെ ഇങ്ങനെ വലയ്ക്ക് വേണ്ടി ഒന്ന് യൂസ് ചെയ്യണം. അപ്പൊ അത് ഇതല്ല. പക്ഷെ ഈ ബേസ് ആണെങ്കിൽ നല്ലതാ. നല്ല രസമുണ്ട്. എളുപ്പാ, കുളിച്ച് ഇറങ്ങാനും എളുപ്പം. അതെ, തലയ്ക്ക് മെയിന്റനൻസ് എളുപ്പാ. നല്ല ഭംഗി. പുറയുന്ന തോർത്തിട്ട് ആരും വലിക്കരുത്. പിടിച്ചിട്ട് പുറയുന്ന വലിച്ചാൽ കഴുത്ത് വെട്ടി പോവും. അയ്യോ, ഇപ്പൊ തോർത്തിട്ട് അങ്ങോട്ട് വലിച്ചേ. അയ്യോ, നമ്മുടെ സാധാ പൊടി തോർത്തില്ലേ, സ്റ്റക്കാവില്ലേ? മനസ്സിലായി. ഭയങ്കര പ്രശ്നാ. സ്റ്റക്കായി പോകും. ഓരോരുത്തർ വലിച്ചാലേ തല വെട്ടി പോകും. ഇവിടെ ഇങ്ങനെ ഭയങ്കര കറക്റ്റാ പറഞ്ഞേ. ഗ്രിപ്പിംഗ്. നമ്മളങ്ങനെ ചിന്തിച്ചു പോകത്തില്ല. ഇപ്പം ഇങ്ങനെ ഷേവ് ചെയ്യുമ്പോ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടല്ലേ. കുറ്റിമുടി വരുമ്പോഴത്തേനും അങ്ങനെ തോർത്തിട്ട് വലിച്ചു കഴിഞ്ഞാൽ പടല് വിട്ടു. ചേട്ടാ, ആർക്കെങ്കിലും അറ്റാക്ക് ചെയ്യണമെങ്കിലുള്ള ഒരു വഴി പറഞ്ഞു കൊടുക്കും. ഞാൻ തന്നെ തോർത്തും അറ്റാക്ക് ആവായിരുന്നു. ഇനി തോർത്തെടുക്കുമ്പോ ഒന്ന് സൂക്ഷിച്ചാൽ. ഞാൻ പറ്റാറുണ്ട്. നമ്മൾ ഇങ്ങനെയല്ല ശീലം. ഇല്ല, സ്റ്റക്കാവും. അതുപോലെ നമുക്ക് തോർത്താൻ കുളിച്ചു കഴിഞ്ഞിട്ട് മുട്ടയടിച്ചാൽ 2 ദിവസം മുടി വന്നിട്ട് തോർത്തൂലേ. തോർത്തുമ്പോ ഇങ്ങനെ തോർത്താനേ പറ്റുള്ളൂ. അങ്ങോട്ട് തോർത്തി കഴിഞ്ഞാൽ തോർത്തും കിടക്കൂല, ഒന്നും കിടക്കില്ല. പ്രാന്തി പിടിച്ചിട്ട് വലിയ വിഷയം. മനസ്സിലായി. അത് വിട്ടാലേ മുട്ടയും തോർത്തുവാണോ? അല്ലല്ല, നമ്മുടെ ഈ സിനിമ മുട്ടയും തോർത്തും നമ്മുടെ വിഷയം. തോർത്തൊക്കെ കൊണ്ടുവന്നത് ആരാ? ഞാൻ വെറുതെ ലുക്ക് ആമോസ് അലക്സാണ്ടറിനകത്തില് ജാഫ്രിക്കയുടെ ലുക്കും ഇച്ചിരി വ്യത്യാസമായിട്ടുണ്ട്. ഇതുവരെ നമ്മൾ കാണാത്ത ഇച്ചിരി കൂടെ സ്റ്റൈലായിട്ടുള്ള മുടി, ഹെയർ കട്ടും, മൊത്തത്തിലൊരു വ്യത്യാസമുണ്ട് ആ ഒരു ക്യാരക്ടറിന്. അപ്പം എങ്ങനെയായിരുന്നു ആ ഒരു ക്യാരക്ടർ ബിൽഡപ്പ്? ഡയറക്ടർ പറഞ്ഞു കൊടുത്തു പിന്നെ പോലെ പറഞ്ഞിട്ട് അപ്പാച്ചി മുടിയും വെട്ടി. അപ്പാച്ചിയായിട്ടല്ലേ വെട്ടി. മറ്റേ ഇവിടെ ഇച്ചിരി മുടിയൊക്കെ ഇട്ടേനെ. പിന്നെ നരസിംഹസ്വാമി എന്ന് പറയുന്ന മറ്റേ മേക്കപ്പ് മാനായിരുന്നു. അപ്പൊ അദ്ദേഹം ആയിട്ട് ഡയറക്ടർ ആലോചിച്ചിട്ട് എന്നോടും ചോദിച്ചു വെട്ടുന്നതിന് കുഴപ്പമുണ്ടോ. ഇപ്പൊ വെട്ടുന്നതിനും ഉപയോഗിക്കില്ല, വേറെ വല്ല പടമായിട്ട് ഇങ്ങനെ പ്രശ്നമൊക്കെ ഉള്ളത് ചോദിക്കുമല്ലോ. അപ്പൊ ഒന്നുമില്ല, നമ്മളതിനെ മാറ്റി വെച്ചാ. നമ്മുടെ സുഹൃത്തായി ഒരു 10-22 കൊല്ലമായിട്ട് പരിചയമുള്ള ആളെ ബ്ലാക്കിൽ എന്ന് പറഞ്ഞ പ്രൊഡ്യൂസർ. അതിന് മാറ്റി വെച്ചാ. അപ്പം അവർ തകർത്തു. അതിനകത്തൊരു എക്സ്ട്രാ താടിയും കൂടെ സെറ്റ് ചെയ്തു, കുളത്തൊക്കെ ഇട്ട് എന്റെ താടിയും കൂടെ കൂടി സെറ്റ് ചെയ്തു, ഇങ്ങനെ സെറ്റ് ചെയ്തു, അങ്ങനെ. ഓ, എക്സ്ട്രാ താടി മറ്റേ ഒറിജിനൽ അല്ല അപ്പോ താഴോട്ട്. അല്ല, അതിനകത്തേക്ക് കുറച്ച് എക്സ്റ്റൻഷൻ ഒക്കെ വെച്ചിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് അത് കണ്ടുപിടിക്കില്ല. എന്റെ ഒറിജിനൽ താടിയാന്ന് പറഞ്ഞാൽ അത് സൂം ചെയ്ത് കണ്ടുപിടിക്കാനുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. എന്താ നുളവറാണ്, എനിക്ക് പാച്ച് ചെയ്ത് വെച്ചാ അത് അയാളുടെ കരവരുതാ. അതെ, കണ്ടാ പക്ഷെ ഒട്ടും പറഞ്ഞില്ല, അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അയാൾ അങ്ങനെ ചെയ്ത് തന്നപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ കഥാപാത്രം സ്വാമിയുടെ വർക്ക് സൂപ്പർ.
സാമി ഇപ്പൊ ഷാജി പാപ്പനെ ഇറക്കി അന്ന് നമ്മൾ ആ വീഡിയോ കണ്ടിരുന്നു. അത് സാമിയാ ചെയ്തേ. അതെ അതെ ഷാജി എന്തിനോ ആഘോഷമായിരുന്നു ആ ഒരു വീഡിയോയില് തന്നെ. ഉണ്ടോ അജുനുണ്ടോ തേർഡ് പാർട്ടിൽ? എനിക്ക് നോക്കണം. നമ്മള് വെയിറ്റിംഗ് ആണ് അതിന്റെ എന്തെങ്കിലും ഒരു സംഭവം വരും. ഒരു സീനെങ്കിലും ഉണ്ടാവും. അതെ ഒരു സെലിബ്രേഷൻ തന്നെ അല്ലേ? പിന്നെ നിങ്ങൾ എല്ലാരും കൂടെ ഒരു ഇമോഷൻ ആണല്ലോ ഷാജി പാപ്പൻ. അതെ അതെ അതെ. ജാഫ്രിക്ക കാണോ ആട് 3 വരുമ്പോഴത്തേക്ക്? ആട് 3 പോട്ട് 7 3 വന്നാലും ഞാൻ സിനിമ ആണെങ്കിലെന്നറിയാൻ പാടില്ല. ഞാൻ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കുറെ ഇപ്പൊ ഒന്നും കാണിക്കണ്ട. എത്ര കൊല്ലമായിട്ട് ഞാൻ പറയണ അപ്പൊ നമ്മുടെ സിനിമ തിയേറ്ററിക്കാരെ കാണാറില്ല. ഞാനൊരു സിനിമയൊന്നും കണ്ടിട്ടില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും നിങ്ങൾ ഏത് സിനിമ കണ്ടില്ലേ? ഞാൻ പ്രിവ്യൂ കാണും, ഏതെങ്കിലും സിനിമ ഇട്ടാൽ കാണും. ഞാൻ കാണാത്ത എത്രയോ സിനിമ ഉണ്ട്. ഇപ്പൊ നിങ്ങൾ ഞാൻ ചെയ്തൊരു ഇന്റർനാഷണൽ പടം പോലെ ഫേമസ് ആയ ചുരുളി ഞാൻ കണ്ടിട്ടില്ല. ഇല്ല, ഞാൻ എൻ്റെ പോർഷൻസ് ഒക്കെ കണ്ടിട്ടുള്ളൂ. ഈ കട്ടിങ്സ് ഒക്കെ വരുമ്പോൾ കാണും. ഞാൻ എൻ്റെ വീട്ടിൽ ജീവി കാണുന്ന ഒരു ആൾക്കാരൊന്നുമല്ല, സിനിമയൊന്നും കാണില്ല. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ എല്ലാവരും വന്ന് ഇങ്ങനെ സിനിമ കണ്ട് അവരുടെ ഒരു റിയാക്ഷൻ പറഞ്ഞു പോയേ മോള് കേട്ടിട്ടില്ലേ? ഒന്നും എത്ര കൊല്ലം ഇങ്ങോട്ട് പറയണം ഞാൻ സിനിമ കാണില്ല. അല്ല ഞാനതല്ല ചോദിച്ചത്. ഇപ്പൊ ഞാൻ അല്ല സബ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അല്ലാതെ ഈ ആളുകളുടെ റിയാക്ഷൻ ഒക്കെ കാണാനായിട്ട്, ഇപ്പോ ഓഡിയൻസിന്റെ റിയാക്ഷൻ ഒക്കെ നേരിട്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടുള്ള ഒരു ആഗ്രഹമില്ലേ? ഏത് റിയാക്ഷൻസ് കാണുമ്പോ ഞാൻ തിയേറ്ററിൽ കയറണം എന്ന് പറയുമ്പോഴത്തേക്കും തീർന്നില്ലേ? അല്ല ആഗ്രഹം ഉണ്ടോന്ന് അങ്ങനെ? എനിക്കത് വേറൊരു സംഭവമൊക്കെ ഉണ്ടെന്നേ. ഈ കാണാത്തതും ഈ തിയേറ്ററിൽ പോകാത്ത കഥയൊക്കെ എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഡാർക്കാ. അതുകൊണ്ടൊക്കെ ഒരു സംഭവമൊക്കെ ഉണ്ട്. എൻ്റെ ഒരു പെങ്ങളുട്ടിയൊക്കെ മരണപ്പെട്ടു പോയി. ഒരു 10, 15, 16 കൊല്ലമായി കാണും. ഞങ്ങൾ എല്ലാ സിനിമയും കാണുമായിരുന്നു. എല്ലാ സിനിമയും കാണുന്നത് ഞാനും എൻ്റെ ജ്യേഷ്ഠനും എൻ്റെ പെങ്ങളുമാണ്. അവളുടെ കല്യാണം എന്നാലോചിച്ച് അവൾ ഞങ്ങളിൽ നിന്ന് പിരിഞ്ഞു. അന്ന് ഞാനും എൻ്റെ ഏട്ടൻ സിനിമ കാണൽ നിർത്തി. പിന്നെ ആ സിനിമ കാണലില്ല, കോംബോ ഞങ്ങളെ ഇതില്ല ബന്ധം. അത് പിരിഞ്ഞപ്പം സിനിമ കാണൽ നിർത്തി. അതിൻ്റെ ഇടയ്ക്ക് ആ ഇൻസിഡൻറ്റും കൂടെ വന്നു, മരണപ്പെട്ടും കൂടെ പോയി. അപ്പോൾ ചെന്നിരുന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആ സ്ക്രീനൊക്കെ കണ്ടുമ്പോൾ പഴയ ഇതൊക്കെ ഓർത്ത് ഇങ്ങനെയൊക്കെ മനുഷ്യരുണ്ട്, ഞാനുണ്ട്. അപ്പം അതൊക്കെ കൊണ്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട്, അവർക്കൊക്കെ അറിയാം ആയിരിക്കണം. ഞാൻ സിനിമയ്ക്ക് പോകില്ല, ഞാൻ സിനിമ കണ്ടിട്ടില്ല, സിനിമ കാണാറില്ല. പിന്നെ ഇതുപോലെ പ്രിവ്യൂ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഇപ്പൊ ഈ പടത്തിന്റെ പ്രിവ്യൂ ഇടുവാണെങ്കിൽ കാണും. ഇപ്പൊ റിലീസിനോട് വെച്ചിട്ട് ഞാൻ കാണാൻ പറ്റില്ല. പ്രിവ്യൂ നമ്മുടെ ജോലിയുടെ ഭാഗമാണ്. അല്ല ഞാൻ അങ്ങനെ, അത് വേറെ റൂട്ട്, ബാക്കി മാറ്റി പിടിച്ചോ. അതെ, താര എത്ര നേരം സൈലന്റ് ആയിട്ട്, നമ്മൾ താരയിലോട്ട് എത്തിയില്ലായിരുന്നു. താരയുടെ ക്യാരക്ടറിനെ കുറിച്ച് പറയാം. ഈ പടത്തിന്റെ നെടും തൂണിനെ കുറിച്ച്. അതെ അതെ, എല്ലാ പോസ്റ്ററിലും സെന്ററിലുണ്ട്. ഇവിടെ ഇരിക്കുന്നത് സെന്ററിൽ ഇരിപ്പുണ്ട്. അതെ, ആ നെടും തൂണ്. അതെ പറയ് താര. എൻ്റെ ക്യാരക്ടർ ഈ പറഞ്ഞ മാതിരി ഈ സിനിമയിൽ മൊത്തത്തിൽ എല്ലാ ഇമോഷൻസും ഇതിനകത്തുണ്ട്. ഇതിനകത്ത് ലവ് ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്, ബിട്രയൽ ഉണ്ട്, കുറച്ച് സീരിയസ് ആയിട്ട് കാര്യങ്ങൾ പോകുന്നുണ്ട്. ഞാനത് പെട്ടെന്ന് സ്റ്റക്കായത്, ഞാൻ കഥയിലേക്ക് എനിക്ക് വരാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ വേഗം സ്റ്റക്കായത്. എൻ്റെ ഫസ്റ്റ് ഫിലിമാണ്. സോ എനിക്ക് കിട്ടാവുന്ന വെച്ചതിൽ ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് ഇത്രയും ഇമോഷൻസ് ചെയ്യാൻ പറ്റുക. അല്ലാണ്ട് ചുമ്മാ ജസ്റ്റ് വന്ന് പോകുന്ന ഒരു ക്യാരക്ടർ അല്ലാതെ പല ഇമോഷൻസ് കൈകാര്യം ചെയ്യാൻ പറ്റിയത് തന്നെ വലിയ കാര്യം. അതിനാ ഡയറക്ടറിനെ വിശ്വസിച്ചതും അതിലും വലിയ കാര്യം. ഫസ്റ്റ് സിനിമ ലീഡ് പൂമരം 21-ാം നൂറ്റാണ്ട് അങ്ങനെ അതെ അതെ അതെ, ഫസ്റ്റ് പടം അല്ല എന്ന് പറഞ്ഞു. അതെ അതെ, ധ്രുവ് അങ്ങനെ പറഞ്ഞെന്നും പറഞ്ഞ് ബൈസണാണ് എന്റെ ആദ്യത്തെ സിനിമ എന്ന് പറഞ്ഞു. ലീഡ് എന്നായിരിക്കും ഉദ്ദേശിച്ചത്. പുള്ളി ഉദ്ദേശിച്ചത് മറ്റേതൊക്കെ വേറെ റീസൺസ് എക്സ്പ്ലെയിൻ ചെയ്യണം. പക്ഷെ അത് ചിലപ്പോൾ മിസ്ഫയർ ചെയ്യും. അതുകൊണ്ട് അതെ, ചിലപ്പോൾ നമ്മൾ പറയുന്ന ആ പോർഷൻ മാത്രം അങ്ങനെ ആയിരിക്കില്ല. ഇദ്ദേഹം ഉദ്ദേശിച്ച ഫസ്റ്റ് ലീഡ് റോൾ, ഒരു നല്ലൊരു റോള് കിട്ടിയത്. ലീഡായിട്ട് ഫസ്റ്റ് ടൈം ആണ് ചെയ്യുന്നത്. വേറെ ചെയ്തിട്ടുണ്ട്, അത് റിലീസ് ആയിട്ടില്ല. ചെയ്ത പടം റിലീസ് ആവുന്നത് ഇതാണ്. പോകുന്നു. അതെ, അജുചേട്ടന്റെ ഒരു ലവ് സോങ് ഒക്കെ നമുക്ക് അല്ലേ, ഒരു റൊമാൻറ്റിക് സോങ് ഫസ്റ്റ് ടൈം അല്ലേ അങ്ങനെ ഒരു റൊമാൻറ്റിക് സോങ്? കുറച്ച് നാള് മുന്നേ. അത് കുറെ ഒരു ഗ്യാപ്പിന് ശേഷം അല്ലേ? അപ്പൊ ഒരു ഗ്യാപ്പിന് ശേഷം ഒരു റൊമാൻറ്റിക് സോങ്ങും ഈ ഒരു മൂവിയിലൂടെ നമ്മൾ കാണുന്നത്. അപ്പൊ അജുചേട്ടന്റെ ഈ ഒരു ക്യാരക്ടർ എങ്ങനെയാണ്? നമ്മൾ ട്രെയിലർ കണ്ടപ്പോ ഒരു ക്യാരക്ടറാണ്, നല്ലവനായ ഒരു, ഞങ്ങള് തമ്മില് എന്താ നല്ലവനായ അപ്പം ഞങ്ങൾ ഒരു ലിവിങ് റിലേഷനിലുള്ളൊരു മീഡിയയിൽ വർക്ക് ചെയ്യുന്ന രണ്ട് വ്യക്തി. ഞാൻ ക്യാമറമാൻ, ഇദ്ദേഹം റിപ്പോർട്ടർ. ഒരു ക്രൈം ജേർണലിസത്തെ കുറിച്ച് കവർ ചെയ്യാൻ പോകുന്ന
ഒരു ട്രാവലിൽ ആണ് ആമോസ് അലക്സാണ്ടർ ആയിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ വരുന്നത്. അവിടെ നിന്നാണ് കഥ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ വളരെ പാവം മനുഷ്യൻ. അജിച്ചേട്ടാ, ഞാനാണെങ്കിൽ അജിച്ചേട്ടാ ഇപ്പം നമ്മൾ പണ്ടൊക്കെ ഇന്റർവ്യൂസ് കാണുന്നുണ്ടായിരുന്നു, പിന്നെ റീസെന്റ് ഇന്റർവ്യൂസ് കണ്ടു. ഈ ഇടയായിട്ടുള്ള ഇന്റർവ്യൂസ് കാണുമ്പോൾ അജിച്ചേട്ടൻ ലൈഫിനെ കാണുന്ന രീതികൾ കുറച്ചുകൂടെ മാറ്റം വന്നിട്ടുണ്ടോ? പറയുന്ന ഓരോ സ്റ്റേറ്റ്മെന്റ്സും കുറെ കൂടെ മീനിങ് ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. അത് ലൈഫിൽ കുറെ അങ്ങനല്ല, കുറച്ചുകൂടെ മെച്യൂർഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു, കുറെ കൂടെ മീനിങ് ഫുൾ ആയിട്ടുള്ള കാര്യങ്ങള്, കുറെ കുറെ ചേഞ്ചസ് ഒക്കെ വന്ന പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ലൈഫിനെ കാണുന്ന പെർസ്പെക്റ്റീവ് ചേഞ്ച് ആയതാണോ? അതിനേക്കാളും നമ്മൾ വെറുതെ സംസാരിക്കുന്ന ചിലപ്പോൾ കുറച്ച് കാണും ഇന്റർവ്യൂല്. കാര്യം പ്രേക്ഷകർ ഭയങ്കര പ്രേക്ഷകർ എല്ലാവരും ഈ സോഷ്യൽ മീഡിയയുടെ ഒരു അതിപ്രസരത്തിൽ നമ്മളുടെ ഓരോ വാക്കിനെയും നമ്മൾ ഉദ്ദേശിക്കാത്ത മീനിങ്ങുകളിലോട്ട് കൊണ്ടുപോകുന്നത് കൊണ്ട് നമ്മളിപ്പോ ഞാൻ മാത്രമല്ല എല്ലാവരും സംസാരിക്കുന്നത് ഒന്ന് അളന്നു മുറിച്ച് സംസാരിക്കുന്നതിലോട്ട് മാറിയിട്ടുണ്ട്. ഒന്നും ബാധിക്കില്ല എന്നുള്ള വലിയ കോൺവെർസേഷനൊക്കെ ആണെങ്കിൽ ഓക്കെ, പക്ഷെ ഇതൊക്കെ ഒരു സിനിമ റിലേറ്റഡ് ചർച്ചയല്ലേ. വെറുതെ ഇവിടുന്ന് ഒരു ഡീവിയേഷൻ പോയി ഒരു കോൺട്രവേഴ്സിയിലോട്ടൊക്കെ പോയിട്ടുണ്ട് ഞാൻ വെറുതെ ആവശ്യമില്ലാതെ. അത് ഒഴിവാക്കാനായിരിക്കാം. അപ്പൊ ഞാൻ ശ്രദ്ധിച്ച കാര്യം കറക്റ്റ് തന്നെയാ, ഒരു ചേഞ്ച് ഉണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ വെറുതെ പിന്നെ ഞാൻ ശ്രദ്ധിച്ചില്ല, സത്യം പറയാ, ഞാൻ കണ്ടിട്ടില്ലാത്തോണ്ടാ ഞാൻ പറഞ്ഞത്. മോളങ്ങനെ മീറ്ററായിട്ട് നോക്കിയോണ്ടാണ് ചോദിച്ചേ. സോറി, അല്ല ഞാനത് കണ്ടിട്ടില്ലേ, അങ്ങനെ സംഭവം അദ്ദേഹത്തിന്റെ എല്ലാ ഇന്റർവ്യൂ കണ്ടാലല്ലേ ഉള്ളൂ. നിങ്ങളിത് വാച്ച് ചെയ്യും. ഞാൻ പറഞ്ഞ എന്താ, ഈ കൊച്ചു പറഞ്ഞാ, അവര് പറഞ്ഞാ, ലാലേട്ടൻ പറഞ്ഞാ, മമ്മൂക്ക പറഞ്ഞ, ഇതൊക്കെ വാച്ച് ചെയ്യുന്നവർക്ക് മനസ്സിലാവും. നമുക്ക് മനസ്സിലാവുള്ളൂ, നമുക്ക് കണ്ടാലല്ലേ മനസ്സിലാവും. നിങ്ങൾ എപ്പോഴും ഇന്ററാക്ട് ചെയ്യുന്ന ആളുകളാണല്ലോ. ഇന്ററാക്ട് ചെയ്യാനുള്ള നമ്മളുണ്ടോ? കുറവാ. ഞാൻ ഫോൺ വരെ ചെയ്യാറുണ്ട്, എന്നെയും ഫോൺ ചെയ്യാറില്ല. പൊതുവേ നമ്മളങ്ങനെ ഇനിയിപ്പോ ചിലപ്പോ ഫോണൊക്കെ വിളിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പടമൊക്കെ ഇറങ്ങി അത് എന്നെ എല്ലാം കൂടെ ഉള്ളവന്മാരൊക്കെ എന്റെ കൂട്ടുകാർ പിള്ളേരാ. കൂടെയുള്ള 2 പണിക്കാർ 3 പണിക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെ നമ്മുടെ പിള്ളേരാ. അപ്പൊ അമാരൊക്കെ വിളിച്ച് ചോദിച്ചിട്ട് സാറ് ഫ്രീ ആണെങ്കിൽ ഒന്ന് കൊടുക്കണം പറഞ്ഞിട്ട് മോനെ എന്നുള്ള അർത്ഥത്തിലാണ് ഈ സാറ് വിളി. പിന്നെ മോളെ ഇതെന്നാന്നറിയണം, നമ്മളീ വിളിച്ചിട്ട് എല്ലാവർക്കും തിരക്കും കാര്യങ്ങളും. നൂറിനെ മോളെന്ന് വിളിക്കും. ഞങ്ങൾ 2-3 ഇന്റർവ്യൂ എടുത്ത പരിചയമുണ്ട്. അതെ, അല്ലാതെ ആരെ ശല്യം ഞാൻ നിൽക്കരുത്. അവർക്ക് ഓരോ ജോലി നമ്മളെ വിളിച്ചിട്ട് എന്തെങ്കിലും ഇടയ്ക്കൊന്ന് വിളിച്ചു. ഇനിയിപ്പോ ഉണ്ടാവും. ആ ദേഷ്യമൊക്കെ മാറിയോ? പഴയ ദേഷ്യം അതൊക്കെ പോയി. അതൊക്കെ നമ്മള് പറഞ്ഞു പരിചയം. ഇപ്പം അതുപോലെ ആരടുത്തെങ്കിലും വേറെ ദേഷ്യമുള്ള ഒന്നുമില്ല. ജീവിതത്തിൽ ആദ്യം ഇനി ഉലകത്തില് ഉണ്ടാവൂല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജീവിക്കുന്ന പോലെ മറ്റുള്ളവർക്കും ജീവിക്കാനുള്ള അനുവാദമില്ലേ? ഇല്ലേ? അവര് ജീവിച്ചോട്ടെ, വല്ലവരും ജീവിക്കുന്നവരുണ്ട്. ഞാൻ വല്ലതും കാണിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. ഞാനിപ്പോൾ ജീവിക്കുന്ന കണ്ടിട്ട് ഞാൻ ഇപ്പോൾ ഒരു വലിയൊരു പൊസിഷനിൽ ജീവിക്കുകയാണെങ്കിൽ അത് കണ്ടിട്ട് മോള് അയ്യോ അതെന്നാ അങ്ങനെ ജീവിക്കണമെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒരിക്കലും ഇല്ല. തമ്പുരാന്റെ വിധി പോലെ ആരും ജീവിക്കട്ടെ. ജീവനോട് കൂടി ദൈവം പെട്ടിട്ടുള്ള എല്ലാവരും ജീവിക്കട്ടെ. ഒരു പാറ്റ, ഒരു ഉറുമ്പ് വരെ ജീവനുള്ള എല്ലാവരും നന്നായിട്ട് ജീവിക്കട്ടെ. നമുക്ക് ഒരു പ്രശ്നമില്ല. എനിക്കുണ്ടായ ഒരു സമയത്തുണ്ടായ ഒരു ഫീലിങ്സ് ഞാൻ പറഞ്ഞു, അത് നിങ്ങൾ പറഞ്ഞു. അത് സിനിമ കണ്ടിട്ടാണോ അങ്ങനെ ഒരു ദേഷ്യം? കാണുമെന്ന് പറഞ്ഞില്ലേ? അല്ല, ടി-വിയിൽ കാണത്തില്ലേ? സിനിമ ടി-വിയിലും വലിയ കാര്യമായിട്ടൊന്നും കാണില്ല. ഞാനൊരു കട്ടിങ്സിലൊക്കെ കണ്ടതാ. അതെന്തോ ആയിക്കോട്ടെ, അതൊക്കെ വിട്ടുപോയി. ഞങ്ങള് ഭയങ്കര ദോസ്ത. അപ്പൊ ഇനി എപ്പോഴും വിളിയും പറച്ചിലും ഒക്കെ കാണും. സംസാരിക്കും. അതെ. താര, അപ്പോൾ നമ്മൾ ഈ ആമോസ് അലക്സാണ്ടറിലോട്ട് വരികയാണെങ്കിൽ ഇപ്പം ഈ ഒരു സീനിയർ ആർട്ടിസ്റ്റുകളും ഒക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു? ഓരോ സീൻ ഷെയർ ചെയ്യുമ്പോഴും ഒരുപാട് മെമ്മറീസ് ഉണ്ടായിരിക്കുമല്ലോ, ഫസ്റ്റ് ലീഡ് റോൾ എന്നൊക്കെ പറയുമ്പോഴേക്ക്. വളരെ കംഫർട്ടബിൾ ആയിരുന്നു. ഈ പറഞ്ഞ മാതിരി ഇത്രയും വർഷം സിനിമയിൽ നിൽക്കുന്ന ഇത്രയും സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു തരത്തിലുമുള്ള ഒന്ന് മാറ്റി നിർത്തുവോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഉണ്ടായില്ല. ഈവൻ ഇപ്പോൾ ഇന്റർവ്യൂവിൽ ഇരിക്കുമ്പോൾ പോലും ഞാൻ ഭയങ്കര സർപ്രൈസ്ഡ് ആണ്. എനിക്ക് ഇത്രയും സപ്പോർട്ട് ഇവർ തരുന്നുണ്ട്. ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണ് സത്യം പറഞ്ഞാൽ. എന്താ ഈ ആമോസ് അലക്സാണ്ടറിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ എത്ര വർഷം കഴിഞ്ഞാലും ആ ഒരു സിനിമയിൽ നിന്ന് കിട്ടിയ ഒരു മെമ്മറി മറക്കാതിരിക്കുന്ന എന്തായിരിക്കും ഷൂട്ടിംഗ് സമയത്തുള്ള? അത് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ആദ്യത്തെ യാത്രയായിരിക്കും. 14 സ്റ്റേറ്റ്സ്
പോയ യാത്ര എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ അത് പോസിബിൾ ആയിരിക്കും എന്നുള്ളൊരു കാര്യം. ഓക്കെ. അത്ര സ്മൂത്ത് ആയിട്ടുള്ളൊരു യാത്രയായിരുന്നു. പിന്നെ ഞാൻ 14 സ്റ്റേറ്റ് ഇന്ത്യയുടെ കണ്ടു, പല കാഴ്ചകൾ കണ്ടു. അതാണ് എനിക്ക് നിങ്ങൾ ഈ മൂവിക്ക് വേണ്ടി 14 സ്റ്റേറ്റ്. ഇവര് ഓ അതെന്താ ഒരു ക്യാരക്ടർ മാത്രമാണോ? പ്രൊഡ്യൂസറിനെ കിട്ടാൻ വേണ്ടി ഇവരൊരു സിനിമയുടെ ഫുട്ടേജ് ഒരു പോർഷൻ ഷൂട്ട് ചെയ്യാൻ പോയി. ഓക്കെ. ഒരു 5-10 മിനിറ്റ് അത് കണ്ട് കൺവിൻസ് ചെയ്യാൻ വേണ്ടി. അപ്പൊ അതിന് നായിക മാത്രം വേണ്ട ഒരു ഏരിയ ഡയറക്ടർ ചൂസ് ചെയ്തു. എന്നിട്ട് നായികയായിട്ടുള്ള താരയും ക്രൂവും റൈറ്ററും ഡി ഒ പി അല്ല അന്ന് പ്രമോദേട്ടനല്ല, അന്ന് വേറൊരു DOP ഒക്കെ ആയിട്ട് ഇവര് അത് പോയി ഷൂട്ട് ചെയ്തു. കുറച്ച് സീനുകളും ആ ഒരു 2 സോങ്ങിന്റെ ഫുട്ടേജ്. ഈ പടം നടക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടിൽ ചെയ്ത ഒരു സംഭവം ഉണ്ട്. പക്ഷെ അത് ഗുണം ചെയ്തു. അത് 1 മന്ത് നടന്നു. ഒരു എർട്ടിക്ക കാറിൽ ഒരു 3-4 പേരും ക്യാമറയൊക്കെ ആയിട്ട് പോയി അത് ചെയ്ത് പിടിച്ച് ആ കൊച്ചു കൽക്കട്ടയിൽ തിരിച്ച് ആ കൊച്ചു ഫ്ലൈറ്റിനോ അങ്ങനെ ട്രെയിനിനോ ഇങ്ങോട്ട് പോകുന്നു. അവര് ബൈക്ക് റോഡിൽ ഇങ്ങോട്ട് പോകുന്നു. അതിനകത്ത് അത്രയും 1 മന്തിൽ ഷൂട്ട് ചെയ്തതിനകത്ത് ഒരു 10 മിനിറ്റോളം 10-15 മിനിറ്റോളം നമ്മൾ ഈ പടത്തിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ബാക്കി നമ്മൾ അതിന്റെ ബാക്കി ഇവിടെ ഷൂട്ട് ചെയ്തു. മനസ്സിലായി. പിന്നെ ഫുൾ പടം ഇവിടെ ഷൂട്ട് ചെയ്തിട്ട് അത് ഞങ്ങൾ ഇത്രയും പേര് വർക്ക് ചെയ്തു. ഇത്രയൊക്കെ മതിയെങ്കിൽ നമുക്ക് നിർത്തിയാലോ? എന്തായാലും എന്നെ കഴിച്ചോ അല്ലെങ്കിലും ഇല്ല ഞാൻ കഴിക്കാതെ അത് കട്ട് ചെയ്യരുത്. ചേട്ടന് വിശക്കുണ്ട്. അത് വന്നപ്പോ മുതലേ എനിക്കത് മനസ്സിലായി. 2-3 തവണ ചോദിച്ചായിരുന്നു കഴിച്ചോന്നൊക്കെ. വിശക്കുന്നുണ്ടോ? ഇല്ല. പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ എല്ലാവരോടും ചോദിക്കും. ഞാൻ ഇന്ന് വന്നിട്ടുള്ള എല്ലാവരോടും ചോദിച്ചിട്ടുണ്ട്. അത് സെറ്റിലാണെങ്കിലും എന്റെ ടീമിനോടും ഒക്കെ ഇക്ക കാണുമ്പോ ഞാൻ ചോദിക്കും കഴിച്ചോ, അല്ലെ കഴിച്ചോ. അതൊരു നല്ലൊരു അല്ല കഴിച്ചോന്നല്ല നമ്മളെ കഴിക്കൽ. പിന്നെ കിടപ്പാടം, അത് കിടന്നുറങ്ങാൻ സ്ഥലം. ആഹാരം കിടപ്പാടം. പക്ഷീനെ കണ്ട പക്ഷികള് പിന്നെ രാവിലെ പക്ഷികൾ തീറ്റെടുക്കാൻ പോകും. രാവിലെ പറന്ന് നടന്നെല്ലാം കൊത്തിപ്പറക്കി തിന്ന് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഒരു പോക്കുണ്ട്. അങ്ങോട്ടാന്നറിയോ? ആ പക്ഷി എന്നിരിക്കുന്ന സ്ഥലം മോള് ശ്രദ്ധിച്ചു. ഒരു പക്ഷി പറന്ന് നിന്നിട്ട് ഒരു കമ്പേൽ നമുക്ക് ഓർക്കും സൗകര്യത്തിലുള്ള നീള കമ്പ്. പക്ഷെ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കുഞ്ഞ് കമ്പേലായിരിക്കും ആ കിളിയിരിക്കുന്നത്. അപ്പം അത് കംഫർട്ടല്ല. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇച്ചിരി മാറിയിരുന്നു കഴിഞ്ഞാൽ നല്ല ഒരു കമ്പയിലിരിക്കാൻ. അതിൻ്റെ കിടപ്പാടം അവിടെ ആയിരിക്കുള്ളൂ. അതാണ് ഈ കൊക്കൊക്കെ തൂറിയിടുന്നത്. കിളികൾ തൂറിയിടേലേ. തൂറിയിടുന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. തൂറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരു കിളി ഇങ്ങനെ അപ്പിയിട്ട് അപ്പി തൂറിയിടുന്ന സ്ഥലത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് കൃത്യമായിരിക്കും. അപ്പം ഭക്ഷണം പാർപ്പിടം അത് നമുക്ക് മെയിനാ അല്ലേ? അതാ നമ്മൾ ശ്രദ്ധിച്ചു. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള തത്രപ്പാടാ ഞങ്ങള്. അതെ. അല്ല ഒരാളുടെ എല്ലാവരും അങ്ങനെയാണ് അല്ലെ എല്ലാവരും. പക്ഷെ ഒരാളെ കാണുമ്പോ കഴിച്ചോന്നൊക്കെ അങ്ങനെ ചോദിക്കുന്ന ചുരുക്കം പേരെ കാണത്തുള്ളൂ. അത് നല്ലൊരു സ്വഭാവം. അല്ല കഴിച്ചോ ചോദിക്കില്ലേ? എല്ലാവരും അങ്ങനെ ചോദിക്കുമോ ചേട്ടാ? ഇല്ല, വളരെ കുറച്ച് പേരല്ലേ. മിക്കവാറൊക്കെ ചോദിക്കും ഇങ്ങനെ എന്നാ വിശേഷം കഴിച്ചായിരുന്നോ? കഴിക്കുന്ന സമയത്ത്, അല്ലാതെ കഴിക്കുന്ന സമയത്തൊക്കെ കേട്ടോ. ഒരു 9 മണി അല്ല ഉച്ചയ്ക്കൊരു 1 മണി 1:30 മണിക്കൊക്കെ. അല്ലാതെ ഒരു 3 മണിക്ക് ഒരു 2:30 മണിക്ക് എന്നിട്ട് കഴിച്ചായിരുന്നു പോകാൻ മാത്രമേ നീ 1:30 കഴിച്ചില്ല, നീ 2:30 മണിക്ക് അങ്ങനെ ചോദിപ്പിക്കരുത്. ടൈം നോക്കിയേ ചോദിക്കാവുള്ളൂ. അങ്ങനെയല്ലേ? രാത്രി 12 മണിക്ക് എന്നിട്ട് ഒരാളോട് കഴിച്ചായിരുന്നു ചോദിക്കോ? കഴിക്കുന്ന ടൈമില് നമ്മൾ ചോദിക്കുന്ന. ശരി. ചേട്ടന്റെ മുഖമൊക്കെ ചുമന്നല്ലോ. അങ്ങനെയല്ലേ മോനെ? പിന്നെ നമ്മളെല്ലാവരുടെ വിശേഷം നിൽക്കുക, കുടുംബത്തിലെ കാര്യം നിൽക്കുക, എങ്ങനെയൊക്കെയാണ് നമ്മുടെ നാളെ ഇപ്പൊ എന്താ ചെയ്തെന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. സെക്കൻഡ് നമുക്ക് എന്ത് സംഭവിക്കാം. അപ്പം മുകളിലെ വീട്ടിലാരൊക്കെ ഉണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, അവരൊക്കെ ഉണ്ട് ചോദിക്കുന്നത് നല്ലതല്ലേ? പിന്നെ കഴിച്ചോ? വേറെ അനാവശ്യമൊന്നുമല്ല നമ്മൾ പറഞ്ഞു. അയ്യോ ഒന്നുമല്ല. അതെ, എപ്പോഴും ഇങ്ങനെ തന്നെ അല്ലേ? എല്ലാവരും അങ്ങനെയല്ലേ? വളരെ എന്താ പറയാ, ഞങ്ങൾ കലാകാരന്മാരൊക്കെ ഇക്ക പറയുന്ന ഷൂട്ടിംഗ് സമയത്തേക്കൊക്കെ ഒരുപാട് വിശേഷങ്ങൾ നമുക്കറിയാം. ഒരുപാട് എക്സ്പീരിയൻസ് ലൈഫിലുണ്ടല്ലോ. അപ്പൊ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് കേട്ടോണ്ടിരിക്കാൻ രസകരമായ കാര്യമാണ്. കഥകൾ പറയുന്നത് നല്ല രസമാണ്. അതെ, ഈ യൂട്യൂബ് ഒക്കെ തുറന്നു കഴിഞ്ഞാലുണ്ടല്ലോ, ഈ കുക്കിംഗ് ചാനലുകാരൊക്കെ ഇക്കയുടെ റെസിപ്പീസാണ് ഇടുന്നത്. ഇക്ക അതൊക്കെ ഇങ്ങനെ വിവരിച്ച് പറയുമ്പോ തന്നെ നമുക്ക് വിശക്കും. ഞാൻ തുറക്കാറില്ല.
ഞാൻ തുറന്നില്ലാത്തൊന്നും തുറക്കാം. എവിടെ? ഈ യൂട്യൂബിലൊക്കെ യൂട്യൂബില് ഇങ്ങനെ നമ്മൾ ഈ കുക്കിംഗ് ചാനൽസ് ഒക്കെ ഉണ്ടല്ലോ, കുക്കറി ചാനൽസ് ഒക്കെ, അവരൊക്കെ ഇങ്ങനെ വീഡിയോസ് ഇടുമ്പോൾ ഇക്കയുടെ ബീഫ് വരട്ടിയതും ചമ്മന്തിയും ഇതിന്റെയൊക്കെ റെസിപ്പീസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ മോളിപ്പോ ചോദിച്ച പോലെ എന്നോ പറഞ്ഞു കേട്ടാ, മോളെ പോലെ ഒരു കൊച്ചാ ചോദിച്ചത്. അപ്പൊ ഞാൻ എന്റെ വീട്ടില് കറി വെക്കുന്ന കാര്യം പറഞ്ഞേ ഉള്ളൂ, അല്ലാതെ ഞാൻ ഉണ്ടാക്കി പറഞ്ഞു ഇല്ല ഒന്നും പറയില്ല. പറയത്തില്ല. ഇതൊന്നും അല്ല വിഷയം. ഞങ്ങളുടെ പടം ഇറങ്ങാൻ പോവാ. ഞങ്ങളുടെ ആമോസ് അലക്സാണ്ടർ ഇറങ്ങുമ്പോഴത്തേനും മോളെ പോലുള്ള ചാനലുകളൊക്കെ സഹായിക്കണം. കാരണം വെച്ചാൽ വലിയ വലിയ പടങ്ങളിൽ നിങ്ങൾ എന്നാ ഇതും പറയും പോലെ അല്ല. ഇപ്പം ഇതിന്റെ ഡയറക്ടറുടെ ഒരു കഥയൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടാ, അല്ല തമാശല്ല. ഈ നമ്മുടെ ഈ ഡയറക്ടേഴ്സേ ആ പിള്ളേരൊക്കെ നടന്ന് ഒരു 5-8-10 കൊല്ലം ഇങ്ങനെ നടന്നലഞ്ഞ് തിരിഞ്ഞ് ഇരിക്കുന്ന ആ പയ്യനൊരു കഥ കേട്ടു. ആ പച്ച ഷർട്ടിട്ട് അവനെന്നോട് പറഞ്ഞു, അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന വേറൊരു സുധീർ എന്ന് പറഞ്ഞു, ഇവൻ്റെ പേര് അനൂപ്, അവന് സുധീർ കോടനാട്. ഇവരെല്ലാം പറഞ്ഞു പിടിച്ച് എൻ്റെ അടുത്ത് കൊണ്ട് നേരെ അഷ്റഫ് പ്ലാക്കിൻ്റെ അടുത്ത് കൊടുത്ത് ആ പ്രൊഡ്യൂസറെ കൊണ്ട് പടം ചെയ്യിപ്പിച്ചു. അപ്പം എൻ്റെ മനസ്സിൽ ഞാൻ ഒരു നന്മ ചെയ്തിട്ടുണ്ട്. ആ നന്മ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അത് ദൈവം നന്മയാക്കി എടുക്കുവാനാണ്. അതിൻ്റെ ഔട്ട് വരട്ടെ, അതിൻ്റെ ഔട്ട് നല്ലത് വരട്ടെ, നല്ലത് വരട്ടെ. നമുക്ക് ട്രെയിലറും ടീസറൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ, ഇത് കാണാനുള്ളൊരു ഇൻട്രസ്റ്റ് നമുക്കും കൂടെ ഫീൽ ചെയ്യും അല്ലേ? ഒരു ഡെബ്യൂനുള്ളൊരു മരുന്നുണ്ട്. ഉറപ്പായിട്ടും അത് കാണുമ്പോൾ തന്നെ ഞങ്ങളായാലും അത് കണ്ടിട്ട് ഡയറക്ടറിന് ഷെയ്ക്കാനൊക്കെ കൊടുത്തു. നല്ല സംഭവം ഉണ്ടായിരുന്നു. അത് ചേട്ടനാണെങ്കിലും ഒരുപാട് ക്യാരക്ടർ ഇങ്ങനെ വെർസ്റ്റൈൽ ആയിട്ടുള്ള ഒരുപാട് ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. എനിക്ക് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ചോദിക്കാനുള്ളത്, ഏതൊരു ഇമോഷനാണ് ചേട്ടന് ചെയ്യാനായിട്ട് ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ളൊരു ഇമോഷൻ പ്രകടിപ്പിക്കാനായിട്ട്? ഞാൻ ചോദിച്ചിട്ടുണ്ട് കരയുന്നത് എങ്ങനെയാണ്. കരയാൻ ബുദ്ധിമുട്ടാണ്. തിയേറ്റർ ട്രെയിൻഡ് ആണ് താരയൊക്കെ. താരയല്ല അതാര പെട്ടെന്ന് മേരി തോന്നുന്നു. അപ്പൊ ഞാൻ ഇതേ ചോദ്യം ദർശനയോടും ചോദിച്ചിട്ടുണ്ട്. ദർശനയും തിയേറ്ററിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ചേട്ടൻ പോയിട്ടുണ്ടോ വർക്ക്ഷോപ്സിന്? ഇല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പോയവരോട് ചോദിച്ചു എന്തെങ്കിലും എളുപ്പം ഇല്ല. അപ്പൊ അവര് പറഞ്ഞേക്കുന്ന ഒരു ടെക്നിക്ക് ഉണ്ട്, അത് ശ്രമിക്കാനുള്ള കോൺഫിഡൻസ് വന്നിട്ടില്ല ഇപ്പോഴും. കരയാനാണ്, അപ്പം കരച്ചിൽ കൊണ്ടുവരാനാണ് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ളത്. അപ്പൊ ബാക്കിയൊന്നും എളുപ്പമൊന്നല്ല. ഞാൻ കരച്ചിൽ അറ്റംപ്റ്റ് ചെയ്യാൻ പലപ്പോഴും ശ്രമിച്ചിട്ടില്ല. അത് അങ്ങനത്തെ സീൻസ് മൂവീസ് ഞാനതങ്ങ് മാറ്റി ഒഴിവാക്കും. അതിനെ വേറൊരു രീതിയിൽ അപ്രോച്ച് ചെയ്യും. അപ്പൊ ഇനി ഒരു മൂവി വന്നു കഴിഞ്ഞാൽ അത് ട്രൈ ചെയ്യും? ഒരു വർക്ക്ഷോപ്പിലൊക്കെ പോയിട്ട് ഒരു ഡയറക്ടറിന്റെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ അറ്റംപ്റ്റ് ചെയ്യാം. കാര്യം പാളിയാ ഭയങ്കര കൂവലായിരിക്കും, അതുകൊണ്ടൊരു പേടി. ഒരു ഡയറക്ടേഴ്സ് ആക്ടർ ആണോ അജി ചേട്ടൻ? 100%. അതെ, ഒരു ഡയറക്ടർ വരുന്ന അനുസരിച്ചിട്ട് മോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. അതെ. അങ്ങനെ വർക്ക് ചെയ്യാനായിട്ട് ഇഷ്ടമുള്ള ഒരു ഡയറക്ടർ ഉണ്ടോ? ഒരു ആഗ്രഹമുള്ള ഒരാള്? ചെയ്യാത്തവര് ഇഷ്ടം പോലെ അൻവർ റഷീദ് സാർ, പൻവർക്ക, ദിലീഷ് ഏട്ടൻ, എനിക്ക് രഞ്ജിത്ത് സാർ. ഞാൻ ലോകത്തിൽ ഇങ്ങനെ പുറകെ കിടന്നൊരു ചാൻസ് വെച്ചിട്ടുണ്ട്. ആണോ? ഇപ്പോഴും ചാൻസ് ഒക്കെ ചോദിക്കാറുണ്ടോ? പിന്നെ ഉണ്ട്. വർക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ഡയറക്ടേഴ്സ് ഇഷ്ടമാണ്. തമിഴില് നമുക്ക് ഇഷ്ടമുള്ള യങ് ഡയറക്ടേഴ്സിൽ ഒരുപാട് പേരുണ്ട്. മാരി സെൽവരാജ്, റാം സാറിന്റെ പടം ഞാൻ ആഗ്രഹിച്ച് അങ്ങനെ വളരെ യൂണിവേഴ്സ് കോൺസ്പയർ ചെയ്ത് കിട്ടി. ഞാൻ ആഗ്രഹിച്ച ഒരു ഡയറക്ടർ ലിസ്റ്റുള്ള എച്ച് വിനോദ് എന്ന് പറഞ്ഞ തമിഴില് ഒരുപാട് പേരുണ്ട്. അങ്ങനെ ചെയ്യാത്തവരെ കൂടുതൽ. ചെയ്യാത്തവരാണ്. ചെയ്തവരിൽ വീണ്ടും റിപ്പീറ്റ് അടിക്കാൻ ഇഷ്ടമുള്ള എല്ലാവരും കൂടെ എല്ലാവരൊക്കെ സുഹൃത്തുക്കളായി ഇപ്പൊ. പക്ഷെ അവരോടൊക്കെ വർക്ക് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് വീണ്ടും എഗെയിൻ മീറ്റിംഗ് എ ഫ്രണ്ട് അല്ലേ? അതെ. അത് അച്ഛനായിട്ട് എനിക്കൊന്ന് ഒരു തവണ സംസാരിക്കുന്നവർ തന്നെ വീണ്ടും സംസാരിക്കുമ്പോൾ നമുക്കൊരു ഫ്രണ്ട്ലി ബോണ്ട് ഫീൽ ചെയ്യും. എനിക്ക് കൂടുതലും സൗഹൃദങ്ങളിൽ വർക്ക് ചെയ്യുന്ന ഇഷ്ടമാണ്. ഓക്കെ. അപ്പൊ എന്തായാലും ഇനിയും അപ്പൊ ഒരുപാട് അങ്ങനെ വേണ്ടേ ചെയ്യല്ലേ? ഒരു മിനിറ്റ് കൂടെ പറയട്ടെ. ഞാൻ ഒരു കാര്യം പറയാൻ വന്നേ. ഇപ്പം അദ്ദേഹത്തിനോട് ചോദിച്ചില്ലേ ചാൻസ് ചോദിക്കുമെന്ന്? അയാളോട് ചാൻസ് ചോദിക്കുമെന്ന് ഇപ്പം മോള് ചോദിച്ചില്ലേ? മോളെ ഇത് അതാ ചോദിച്ചത്. ഞങ്ങളൊന്ന് ചാൻസ് ചോദിക്കാതെ നമുക്ക് സിനിമയൊക്കെ എല്ലാവരും കൊണ്ട് തരുമെന്നല്ലേ? ഞാൻ ദൃശ്യം 3 നടക്കുക അല്ലേ? ഞാൻ കൂമലിന്റെ ജിത്തു സാറിന്റെ പടത്തിൽ അഭിനയിച്ചല്ലേ? എന്റെ നാട്ടിലല്ലേ സിനിമ നടക്കണം, തൊടുപുഴ അല്ലേ? അപ്പം അദ്ദേഹം കണ്ടിട്ടുള്ള ചിന്താഗതി എന്നായിരിക്കും? ആ ചിന്താഗതി ഒരു സിനിമയുടെ ചിന്താഗതി പല ആൾക്കാരായിരിക്കും. നമ്മൾ കൂമൺ ചെയ്തു പോവാം അല്ലേ? ഇത് ക്യാമറ കാണിച്ചേട്ടെ. ക്യാമറയിൽ എടുത്തു. ഞാൻ വായിക്കാം. സാർ നമസ്കാരം, ഐ ആം ജാഫർ ഇടുക്കി. തുടങ്ങുന്ന പടത്തിൽ ഒരു ചെറിയ വേഷം തരണേ സാർ. കണ്ടോ? ഇതുണ്ടോ?
നമ്മളുടെ തൊഴിലിതാണ്. നമ്മളവരോട് ചാൻസ് ചോദിക്കല്ല, അത് ഓർത്തിട്ട് വിളിക്കുവാണെങ്കിൽ അല്ല, അവർ മറന്നാണെങ്കിലോ. പിന്നെ ജിത്തു ജോസഫ് സാറിൻ്റെ നമ്പറിലേക്ക് അടുത്താണ്. പിന്നെ ഇന്ന് രാവിലെ എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞു വിട്ട ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഇന്നത്തെ വർത്താനം നിർത്തുക. അയ്യോ ഞാൻ ഇവിടെ അന്നദാനം നേർന്നിട്ടുണ്ട്. അന്നദാനം കൊടുക്കാൻ ഒരു നമ്മുടെ ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനമുണ്ട്, ദറസൊക്കെ ഇല്ലേ, മറ്റുള്ള അവിടെ അന്നദാനം നടന്നിട്ടുണ്ട്. അപ്പം ഞാനൊരു സംഭവം അവിടെ നടത്തിയായിരുന്നു. അല്ലാതെ ഞാൻ അത് പറയാൻ കാരണം എന്താണെന്നറിയോ, ഈ പടത്തിൻ്റെ ക്ലാപ്പടിച്ച് എൻ്റെ പെണ്ണുമ്പിള്ളയാ. അതെ, എൻ്റെ പെണ്ണ, എൻ്റെ ഭാര്യയാണ് എൻ്റെ ക്ലാപ്പടിച്ച്. അപ്പം ഈ ഇൻ്റർവ്യൂവിന് വന്നു കഴിയുമ്പോഴത്തേക്കും അതിന് നന്മ വരട്ടെ എന്ന് എഴുതി അന്നദാനം കൊടുക്കാമെന്ന് നേരം നോക്കാം. അന്ന് അത്ര ഉത്തരവാദിത്തമായിട്ട് എൻ്റെ കണ്ണറിയാ പറയുമ്പം ആ 2 ചെറുപ്പക്കാർ കിടന്ന് കറങ്ങിയതും ഈ പെങ്കൊച്ചും കിടന്ന് കഷ്ടപ്പെട്ടതൊന്നും ഞാനോ ആജു സാറോ ഈ ഷാജോണോ മറ്റുള്ള ആൾക്കാരും അറിഞ്ഞിട്ടില്ല. ഞങ്ങൾ അറിഞ്ഞത് പിന്നെ ഈ പ്രൊഡ്യൂസർ അറിഞ്ഞപ്പോഴാണ്. അപ്പം നമ്മൾ മോളെ ചെയ്തു വെച്ചിട്ടുണ്ട്, ദൈവത്തിൻ്റെ കൃപയാൽ അത് നന്നാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. നിങ്ങളും കൂടി സഹകരിച്ചു എന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ വിജയിക്കും, ചിലപ്പോൾ പൊട്ടിപ്പോവും. പൊട്ടാതെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അത്രേ ഉള്ളൂ. അത് ഒരുപാട് പേരുടെ ഹാർഡ് വർക്ക് ആണ് അല്ലേ? അപ്പം അവിടെ എന്ത് ചെയ്തോളൂ, അതെ കഴിഞ്ഞു. അതെ, അവിടെ എന്ത് ചെയ്യട്ടല്ലേ, അത്രേ ഉള്ളൂ. സ്മാർട്ട് ഫോൺ പർച്ചേസിന് ഓക്സിജൻ നൽകുന്ന ഉറപ്പ്. ഏറ്റവും കുറഞ്ഞ വില, വമ്പിച്ച കളക്ഷൻസ്, ബെസ്റ്റ് ഫിനാൻസ്, ക്യാഷ് ബാക്ക് ആൻഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. സ്മാർട്ട് ഫോണിന് ഓൺലി ഓക്സിജൻ. Oxygen, the smartphone expert. Make every wedding unforgettable. Joya Lucas, world's favorite jeweler.